കാശ്മീർ യാത്ര എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. ആ സ്വപ്നം ലളിതമായി നടപ്പിലാക്കുവാൻ യാത്രാസ്നേഹികൾക്ക് ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ നടത്തിയ കാശ്മീർ യാത്ര ഇവിടെയൊന്ന് വിവരിക്കുന്നത്. എറണാകുളം സൗത്തിൽ നിന്ന് AC കൂപ്പയിൽ ഡൽഹിയിലേക്ക് 2000 രൂപ ചെലവിൽ യാത്ര തിരിക്കാവുന്നതാണ്. 1000 രൂപയിൽ സ്വീപ്പർ കോച്ചിലും നമുക്ക് പോകുവാൻ സാധിക്കും. വേണമെങ്കിൽ ഡൽഹിയിൽ ഒരു ദിവസം നമുക്ക് തങ്ങാവുന്നതാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനമല്ലേ, അതിനാൽ ഞങ്ങൾ ഒരു ദിവസം ഡൽഹിയിൽ തങ്ങി അവിടെയെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കിയാണ് യാത്ര തുടരുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് വിമാനത്തിൽ യാത്ര തിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എങ്കിൽ ജമ്മുവിൽ ചെന്നിട്ട് റോഡ് മാർഗവും ശ്രീനഗറിലേക്ക് എത്താവുന്നതാണ്. ചിലവിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. ശ്രീനഗറിലേക്ക് 1 മണിക്കൂർ നേരമേ യാത്രാസമയം വേണ്ടൂ. കാശ്മീർ അടുക്കുമ്പോൾ മഞ്ഞണിഞ്ഞ പർവ്വതനിരകൾ ഒന്നൊന്നായി കാഴ്ചയിലേക്ക് ഓടിയെത്തും. ശ്രീനഗറിൽ നിന്ന് ടാക്സിയിൽ ദാൽ തടാകക്കരയിലാണ് മൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഹിമാലയത്തിൻ്റെ ആലിംഗനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങളാൽ നെയ്തെടുത്ത ഒരു സാംസ്കാരിക നഗരമാണ്. ആകർഷകമായ ഭൂപ്രകൃതി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ശ്രീനഗർ, ഗുൽമാർഗ്, സോനാമാർഗ്, പഹൽഗാം എന്നീ വിസ്മയിപ്പിക്കുന്ന നഗരങ്ങളാണ് ഇവിടത്തെ പ്രധാന വ്യൂ പോയിന്റുകൾ. വിമാനത്താവളത്തിൽ നിന്ന് നിങ്ങൾക്ക് ദാൽ തടാകത്തിലേക്കോ ഹോട്ടലിലേക്കോ ഷെയർ ടാക്സിയിലോ സ്വകാര്യ ക്യാബിനിലോ പോകാം. പബ്ലിക് ബസ്സുകളും ലഭ്യമാണ്. സബർവാൻ പർവ്വതനിരകളുടെ അതിമനോഹരമായ പശ്ചാത്തലം ഉൾക്കൊള്ളുന്ന ശാന്തമായ തടാകത്തിൻ്റെ ഓരങ്ങളിൽ നിരനിരയായി ശിക്കാരത്തോണികൾ കാണാം. രാവിലെ പ്രസിദ്ധമായ മുഗൾ ഗാർഡൻസിലേക്ക് പോവുക. ഷാലിമാർ ബാഗ്, നിഷാദ് ബാഗ്, തുലിപ് ഗാർഡൻ എന്നിവ കണ്ട് ഉച്ചയാഹാരവും കഴിഞ്ഞ് ശിക്കാരിയിലൊന്ന് കറങ്ങി വരാം. വൈകുന്നേരം ശ്രീനഗറിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഹൃദ്യവും അതിമനോഹരവുമാണ്. പിറ്റേ ദിവസം റൂം വിട്ട് ഒരു ടാക്സി കാർ എടുത്ത് ഗുൽമാർഗിലേക്ക്. മാർച്ചിലെ മഞ്ഞു പെയ്യുന്ന കാശ്മീർ താഴ്വരകൾ വെളുത്ത പുതപ്പിൽ പൊതിഞ്ഞ് പര്യവേക്ഷണത്തിനായി കാത്തിരിക്കുന്ന ഒരു ശീതകാല അത്ഭുത ലോകമാണ്. ആദ്യത്തെ മഞ്ഞുകണികകൾ വീഴുമ്പോൾ സുഹൃത്തുക്കൾക്കുണ്ടായ ആവേശം വിവരണാതീതമാണ്. കാശ്മീർ ഇന്ത്യയിലെ ഒരു അത്ഭുത വാസസ്ഥലമായി എങ്ങനെ മാറുന്നുവെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഈ യാത്ര ഉപകരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഹിമാലയൻ മലനിരകളും വെളുത്ത വെള്ളിയാടകൾ പുതച്ച ഹിമവൽ താഴ്വരകളും സൂര്യകിരണങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ചാരുതയേകുന്നു. കടുത്ത ശീതകാലത്തേക്കാൾ കാശ്മീർ അതിസുന്ദരിയായി കാണുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയാണ്. അതിനാൽ കാശ്മീരിലേക്ക് ഈ സമയങ്ങളിലാണ് പോകേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാശ്മീരിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾ പൂർണ്ണമായും നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മാന്ത്രിക അന്തരീക്ഷം ഈ മാസങ്ങളിൽ അവിടെ തീർത്തിരിക്കും. ഇപ്പോഴും കാശ്മീർ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ നവംബറിലോ ഡിസംബറിലോ കാശ്മീരിലേക്ക് ഒരു വിനോദയാത്ര ആസൂത്രണം ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. കാശ്മീർ ടൂറിസം വക ഹോം സ്റ്റേ ബുക്ക് ചെയ്ത് വേണം ഗുൽമാർഗിലേക്ക് എത്താൻ. ഒരു ദിവസം പൂർണ്ണമായും ആസ്വദിക്കാനുള്ള വക അവിടെയുണ്ട്. കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിൽ സുഗമമായ ഒരു അവധിക്കാലം ക്രമീകരിക്കുന്നതിന് ഈ കാശ്മീർ യാത്രാ വിവരണം നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ട്രൂ വിഷൻ ന്യൂസ്, പിറവം.